സാധാരണ ഒരു പ്രൊഡക്റ്റിന് വില കൂടുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറയുകയാണ് പതിവ്. അത് വാങ്ങുന്ന ആളുകളുടെ കയ്യിൽ പണം തികയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വില കുറയുമ്പോൾ വാങ്ങാം എന്ന് കരുതിയിട്ടോ ഒക്കെ ആളുകൾ അത് വാങ്ങുന്നതിനുള്ള ശ്രമം ഉപേക്ഷിക്കും. പക്ഷേ ഇതിന് വിപരീതമായിട്ടുള്ള സ്വഭാവം കാണിക്കുന്ന രണ്ട് ഗുഡ്സ് ആണ് അഥവാ പ്രൊഡക്റ്റ് ആണ് വെബ്ലൻ ഗുഡ്സും ഗിഫൺ ഗുഡ്സും. ഇതിന്റെ വില കൂടുന്തോറും അതിന്റെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യാറുള്ളത്. വെബ്ലൻ ഗുഡ്സ് ലക്ഷറിയസ് ഗുഡ്സ് ആണ്. സ്റ്റാറ്റസ് സിംബലിന് വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ ഐഫോൺ, ലക്ഷറിയസ് കാറുകൾ, വാച്ചുകൾ. വെബ്ലൻ ഗുഡ്സ് ആളുകൾ ഉപയോഗിക്കുന്നത് അവരുടെ സ്റ്റാറ്റസ് സിംബലിന് വേണ്ടിയിട്ടാണ് അഥവാ ഷോ ഓഫിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ വില കൂടുന്തോറും അതിന്റെ സ്റ്റാറ്റസ് സിംബലും വർദ്ധിക്കുകയാണ് ചെയ്യുക. അതിന്റെ സ്റ്റാറ്റസ് സിംബൽ വർദ്ധിക്കുന്നതുകൊണ്ട് അതിന് ഡിമാൻഡും കൂടും, ആളുകൾ വാങ്ങാൻ തയ്യാറാകും. വെബ്ലൻ ഗുഡ്സിന്റെ വില കൂടുമ്പോൾ എന്തുകൊണ്ട് അതിന് ഡിമാൻഡ് കൂടുന്നു എന്നുള്ളത് നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതേസമയം ഗിഫൺ ഗുഡ്സ് ഇൻഫീരിയർ അഥവാ വില കുറഞ്ഞ ഗുഡ്സ് ആണ്. മാത്രമല്ല അത് പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും പറ്റില്ല, അഥവാ അതിന് പകരം മറ്റൊന്ന് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുമായിരിക്കും. ഫോർ എക്സാമ്പിൾ, മലയാളികളെ സംബന്ധിച്ചിടത്തോളം അരി, ചോറിന് പകരം സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ മറ്റൊരു വസ്തു കണ്ടെത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇങ്ങനെയുള്ള സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേപ്പിൾ ഫുഡുകളെയാണ് പൊതുവെ ഗിഫൺ ഗുഡ്സ് ആയിട്ട് പറയാറുള്ളത്. ഇതിന്റെയും വില കൂടുന്തോറും ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുക. ഗിഫന്റെ തിയറി പ്രകാരം യൂറോപ്പിൽ ബ്രെഡിന് വില കൂടിയപ്പോൾ അതിന്റെ കൂടെ ഭക്ഷിച്ചുകൊണ്ടിരുന്ന ഇറച്ചിയും മറ്റു വസ്തുക്കളും വാങ്ങാൻ പണം തികയാതെ വന്നു. അങ്ങനെ ബ്രെഡ് വാങ്ങി ബാക്കി വരുന്ന കുറഞ്ഞ പണത്തിനും കൂടെ അവർ ബ്രെഡ് തന്നെ വാങ്ങാൻ തുടങ്ങി. കാരണം വില കൂടിയെങ്കിൽ പോലും ബ്രെഡ് തന്നെയായിരുന്നു അവർക്കിപ്പോഴും വാങ്ങാൻ പറ്റുന്ന ഒരു വില കുറഞ്ഞ വസ്തു. അങ്ങനെ വില കൂടിയിട്ടും ബ്രെഡിന്റെ ഡിമാൻഡ് കൂടാൻ തുടങ്ങി. ഇങ്ങനെ ഗിഫൺ ഗുഡ്സിന്റെ വിലക്കുറവും അതുപോലെ പകരം മറ്റൊന്നിനെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുമാണ് ഇതിന്റെ വില കൂടുന്തോറും ഡിമാൻഡ് കൂട്ടുന്നതിന് കാരണം.